പാലക്കാട്ട് ഈ കാട്ടാന ഭീതി മാറുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ വീണ്ടും കാട്ടാന ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കഞ്ചിക്കോട് ഇന്ന് കാട്ടാന ആക്രമണത്തിൽ ഒരു കർഷകന് പരിക്കേറ്റു. ചെലൻകാവ് മേഖലയിലാണ് സംഭവമുണ്ടായത്. ചെലൻകാവ് സ്വദേശി സുന്ദരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ന് പരിക്കേറ്റത്. മാവിൻ തോട്ടത്തിൽ വെച്ചാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. അരുൺ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. അരുൺ, ഇത്തരത്തിൽ തുടർക്കഥയാകുന്ന കാട്ടാന ആക്രമണം, വന്യജീവി സംഘർഷം, ജനങ്ങൾ അത്രത്തോളം ഒരു ഭീതിയിലാണ്. എന്തുകൊണ്ട് വനംവകുപ്പ് കാര്യക്ഷമമായൊരു ഇടപെടൽ നടത്തുന്നില്ല? വിഷ്ണു, ഇന്ന് രാവിലെയാണ് ഈ കഞ്ചിക്കോട് കാട്ടാന ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റിരിക്കുന്നത്. രാവിലെ നേരത്തെ പറഞ്ഞ നമ്മൾ സംസാരിച്ച ഉമർ എന്ന കർഷകൻ കൃഷിയിടത്തിലേക്ക് പോയ സമാന രീതിയിൽ തന്നെ രാവിലെ കഞ്ചിക്കോടുള്ള കൃഷിയിടത്തിലേക്ക് പോയതായിരുന്നു സുന്ദരൻ എന്ന കർഷകൻ. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മാവിൻ തോട്ടത്തിൽ വെച്ച് ചെലങ്കാവ് എന്ന പ്രദേശത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാന ഒരു ഒറ്റയാനായിരുന്നു. ആ ഒറ്റയാൻ ഈ കർഷകനെ തുരത്തുകയായിരുന്നു. തുടർന്ന് ഈ കർഷകൻ ഓടുകയും ഇടുപ്പിനുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തും പ്രത്യേകിച്ച് ഈ ചെല്ലങ്കാവാണെങ്കിലും കൊട്ടാമുട്ടിയാണെങ്കിലും കഞ്ചിക്കോടിൻ്റെ വിവിധ മേഖലകളിലും കാട്ടാനശല്യം രൂക്ഷമാണ്. ജനങ്ങൾക്ക് ഈ ജനവാസ മേഖലയിൽ സ്വൈര്യമായി കഴിയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് എന്നുള്ളതാണ് ഇന്ന് രാവിലെയും ഈ ചെല്ലങ്കാവ് മേഖലയിലെ ആളുകൾ പരാതിയായിട്ട് പറഞ്ഞത്. ഏതായാലും ആ കർഷകനും ഇടുപ്പിനുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കർഷകനെ. ശരി, അരുണാലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.